കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കാലമായി ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ധാരാളം തെറ്റുകളുണ്ടാകും, അതൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ തിരുത്തിയത് വീണ്ടും എന്റെ ജീവിതത്തിൽ നേരത്തെയുള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് തിരുത്തപ്പെടുകയും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അഴൂദ് പാരായണം ചെയ്യുന്നത്, അഴൂദ് പാരായണം ചെയ്യുന്നത് നിസ്കാരമല്ലാത്ത സ്ഥലങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അഴൂദ് പാരായണം ചെയ്യുന്ന സുന്നത്തുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷവും ഒരു സുബ്ഹാനല്ലാഹിയുടെ ഖദർ നമ്മൾ എന്ത് ചെയ്യണം, വിടാതിരിക്കണം. അപ്പൊ ഇവിടെയൊക്കെ മൂന്നാമത്തെ സമയമാണ് സുന്നത്താണ്. പിന്നെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാൻ, ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി നമ്മൾ ഫാത്തിഹ തുടങ്ങും. ഫാത്തിഹയാണ് നാലാമത്തെ ഫർദ്. ഈ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട, ഫാത്തിഹ സഹിയാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 10 കാര്യങ്ങൾ നിർബന്ധമാണ്. 1, ഫാത്തിഹ പൂർണ്ണമായി പാരായണം ചെയ്യാൻ, പൂർണ്ണമായി പാരായണം ചെയ്യാൻ. 2, അത് പൂർണ്ണമായി പാരായണം ചെയ്യേണ്ടാത്ത സമയമുണ്ട് ഇമാമും ജമാഅത്തുമാകുമ്പോൾ. അതല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഇനി മറ്റു വിശദീകരണങ്ങൾ വരും. പൂർണ്ണമായി പാരായണം ചെയ്യണം. 2, ആ ഫാത്തിഹ കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്കോ നമ്മൾ ഫാത്തിഹക്ക് ആദ്യ ചെയ്യുമല്ലോ അല്ലെ, മരിച്ച ആളുകൾക്കൊക്കെ, അതുപോലെ എന്തെങ്കിലും കരുതാൻ പാടില്ല. 3ാമത്തെ നിബന്ധന എല്ലാം നൃത്തത്തിൽ സംഭവിക്കണം. ചിലര് ഓടി വന്ന് തക്ബീറൊക്കെ ചൊല്ലി അല്ലെ ഇമാമിനോട് കൂടെ, അല്ലെങ്കിൽ സ്വന്തം നിസ്കരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ ഫോൾട്ട് സംഭവിക്കുന്ന വിഷയമാണ്. ഓടി വന്ന് തക്ബീറൊക്കെ ചൊല്ലി വേഗം പോകാൻ വേണ്ടി അല്ലെ. അപ്പൊ പിന്നെ എവിടെയൊക്കെ റുക്കൂല പോലും അതോടെന്തായി ഫാത്തിഹ സ്കാൻ ശരിയല്ല, ഇത് നിർബന്ധമാണ്. ആമീൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അവിടെയും ഒരു സുബ്ഹാനല്ലാഹിന്റെ കഥയുണ്ട്, പറയാം, അത് നിർബന്ധമാണ്. അടുത്തത് 4ാമത്തേത് ഇസ്മാഉ നഫ്സിഹി ജമീഅൻ മുറൂദ്. ഫാത്തിഹ മുഴുവനും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. റുക്നാണ്, അതുകൊണ്ട് കേൾപ്പിക്കൽ നിർബന്ധമാണ്. സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അവിടെയും അങ്ങനെ തന്നെയാണ്. സ്വയം ശരീരത്തെ മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ, ശബ്ദകോലാഹലങ്ങളാണ്, വലിയ ശബ്ദമാണ്, അതിന്റെ അടിയിലാണ് നിസ്കരിക്കുന്നത്. അപ്പോ വലിയ പ്രയാസം, വലിയ ശബ്ദത്തിൽ കേൾപ്പിക്കണമെന്നില്ല. കേൾപ്പിക്കുന്ന സ്വരത്തിൽ നമ്മൾ ചൊല്ലിയാൽ മതി. അതൊന്നുമില്ല, ശാന്തമാണ് എങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. സ്വയം ശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. 5ാമത്തേത് ഖൗലുഹാ ബിൽ അറബിയ്യ, അറബി ഭാഷയിലായിരിക്കും. 6, റിആയത്തു ഹുറൂഫിഹാ വ മഖാരിജിഹാ വ തസ്ദീദാതിഹാ. ഹർഫുകൾ ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം, അതുപോലെ അതിന്റെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കണം. വളരെയധികം വളരെ വിശദീകരണം ആവശ്യമുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരാത്തത്രയും പറയാം. ഹർഫുകൾ 156 ഹർഫുകളാണ്. ഒരു ഹർഫ് വിട്ടുപോകാൻ പാടില്ല, ഒരു ഹർഫ് വിട്ടുപോകാൻ പാടില്ല. തുടക്കത്തിൽ തന്നെ പലരും ഹർഫുകൾ പോകാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ചിലര് കൃത്യമായി ഉച്ചരിക്കണം. കൃത്യമായി ചിലരൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്, 1 മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഹർഫും വിട്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഷദ്ദുകൾ 14 ഷദ്ദുകളുണ്ട്. ആ ഷദ്ദിൽ നിന്നുള്ള ഒന്നും വിട്ടുപോകാൻ പാടില്ല. ഷദ്ദ് എന്ന് പറഞ്ഞാൽ 2 ഹർഫുകളാണ്. അർ-റഹ്മാനി എന്നുള്ളത്, ആ റഹ്മാനി എന്നതാണ് അർ-റഹ്മാൻ. അവിടെ അർ-റഹ്മാനി റഹീം എന്നൊരാളെ 2 ഹർഫ് വിട്ടുപോയി ഫാത്തിഹ ശരിയാവുകയില്ല. മറ്റൊന്ന് അദമുൽ ലഹ്നി മുഗയ്യിരി ലിൽ മഅന, ആശയത്തെ തകർത്ത് കളയുന്ന, ഭംഗം വരുത്തുന്ന ഒരു വിധത്തിലുള്ള പിഴവും വരാൻ പാടില്ല. അൻഅംത എന്നോർത്ത് അൻഅംതു എന്നോ അൻഅംതി എന്നോ ഒന്നും വരാൻ പാടില്ല. ഇയ്യാക എന്നോർത്ത് ഇയ്യാക്കി എന്ന് വരാൻ പാടില്ല. അതൊക്കെ ആശയത്തിന് വലിയ ഭംഗം വന്നു പോകും. ആ വിധത്തിൽ പിഴച്ചു പോയാൽ ആ ഫാത്തിഹ ശരിയാവുകയില്ല. മറ്റൊന്ന് അൽ മുവാലാത്തു, തുടരെയായി കൊണ്ടുവരണം എന്നതാണ്. തുടരെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഫാത്തിഹ ഓതുന്ന അവസരത്തിൽ സുദീർഘമായ രൂപത്തിൽ സമയം
അതിനിടയിൽ കയറി വരാൻ പാടില്ല. ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ ഇവിടെയൊക്കെ സമയം പോയില്ലേ? അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനിടയിൽ മറ്റു ദിക്റുകളോ മറ്റു ആയത്തുകളോ ഒന്നും കയറി വരാൻ പാടില്ല. പക്ഷെ ഇന്നലെ നാം പറഞ്ഞതുപോലെ തന്നെ ഇമാമ് നമ്മൾ നേരത്തെ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആമീൻ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ ഇമാം അലൈഹിസ്സലാത്തു ബിഹകമിൽ ഹാകിമിൻ എന്ന് ആയത്തോതി സൂറത്ത് അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫാത്തിഹ തീർന്നിട്ടില്ല. അപ്പൊ അതിനിടയിൽ അവിടെ ചൊല്ലൽ സുന്നത്തുള്ള ഒരു കാര്യമാണ് ബല ദാലിക മിൻ ഷാഹിദീൻ എന്ന് പറയുന്നത്. അത് ചൊല്ലി പ്രശ്നമില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിൽ പെടുന്ന വിഷയങ്ങൾ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു ദിക്റുകൾ കയറി വരുന്നത് കൊണ്ടാണ് ഫാത്തിഹകൾ ബാത്തിലായി പോകുന്നത്. ഇമാമ് നിന്നുപോയി. അപ്പൊ ഇമാമിന് എന്ത് ചെയ്തു? ഒന്ന് തുടങ്ങി കൊടുത്തു. ഇമാമിന് സൂറത്തിൽ എന്തോ ഒരു തെറ്റ് വന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ തുടങ്ങി കൊടുത്തു. എന്നാലും ബാക്കി ഫാത്തിഹ പ്രശ്നമില്ല. അത് തന്നെ മതി പൂർത്തീകരിച്ചു. അതുപോലെ ഇമാമ് സജിദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യുമല്ലോ ഇമാമിനോട് കൂടെ. ആ സജിദയുടെ ആയത്ത് ഓതി ഉടനെ സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കും സുജൂദ് ചെയ്യാം. ശേഷം വന്നതിന് ശേഷം ബാക്കി ഫാത്തിഹ ഓതിക്കാം. ആ വിഷയങ്ങളൊന്നും പ്രശ്നമില്ല. അതല്ലാത്ത വിധത്തിൽ നല്ല ദിക്റുകൾ ഒരാൾ തുമ്മിയാൻ അൽഹംദുലില്ലാ പറയാം. അത് ഞാൻ പറയും. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞു. അത് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഫാത്തിഹ തലത്തിൽ തുടങ്ങണം. കാരണം അടുത്തൊന്ന് കയറി വന്നു നിസ്കാരവുമായി ബന്ധപ്പെടാത്ത ഒരു ദിക്റാണ്. അങ്ങനെയുള്ള വല്ലതും അല്ലെങ്കിൽ ഫാത്തിഹ ഓതുമ്പോൾ തെറ്റിയിട്ട് വേറെ ഏതോ സൂറത്തിൽ പോയി എന്നാൽ വീണ്ടും തുടങ്ങണം. അപ്പൊ മൂലാം നഷ്ടപ്പെടുന്ന ഒന്നും കയറി വരാൻ പാടില്ല. മറ്റൊന്ന് അതിന്റെ കലിമത്തുകളും ആയത്തുകളും ഒക്കെ തർത്തീബ് അനുസരിച്ച് തന്നെ വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ അർ-റഹ്മാൻ ഇങ്ങനെ വന്നാൽ ആ കൊണ്ടുവന്നത് വീണ്ടും തലമുറ കൊണ്ടുവരേണ്ടി വരും. الاتيان بما اجمع على وجوبه القراء من المد والإدغام ونحوها. മദ് അതിന്റെ ഇദ്ഗാം ഇങ്ങനെ തുടങ്ങി സൂക്ഷിക്കേണ്ട തജ്വീദിന്റെ നിയമങ്ങളുണ്ട്. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിധത്തിൽ വരണമെന്ന് അതുപോലെ തന്നെ വരണം. ഈ 10 കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഫാത്തിഹ അവന് സ്വഹീഹല്ല. ഫാത്തിഹ തന്നെ റെഡിയാക്കണം. ഈ മാസങ്ങളോട് ഇരിക്കണം. ഇപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒരാളുടെ മുന്നിൽ ഇരിക്കണമെന്നില്ല. ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. നമുക്ക് പഠിക്കാൻ സംവിധാനമില്ല എന്ന് പറയാൻ പറ്റില്ല. ആഹ്റത്തിലാക്കാനും മുന്നിലും പറയാൻ പറ്റില്ല. അതിനെല്ലാം നിനക്ക് ആധുനിക സംവിധാനം നടത്തിയെന്ന് ചോദിക്കും. ചിലർ പറയും പ്രായമായി ഇപ്പൊ മടിയാണ് ഏത് സ്ഥലം. അതൊന്നും പറയാൻ നമുക്ക് എക്സെപ്ഷൻ ഇല്ല. ഈ കാലത്ത് അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ല. കാരണം ഇപ്പൊ ആരും അറിയാതെ സ്വകാര്യമായി നമുക്ക് ആരെയും സമീപിച്ച് എനിക്ക് മനസ്സിലാക്കി എന്ന് പറയാൻ പൈസ കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ MBBS അതൊക്കെ പഠിക്കാൻ എത്ര പൈസ എടുക്കുന്നുണ്ട്? ഒരു ഫാത്തിഹ പഠിക്കാൻ ഇച്ചിരി പൈസ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കൽ നിർബന്ധമാണ്. വാജിബായ കാര്യമല്ലേ? ഒരു ദിവസം 14 തവണ ചൊല്ലുന്നതല്ലേ? ആരെതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഫാത്തിഹയൊക്കെ ശരിയാക്കാൻ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഉസ്താദിന്റെ പിന്നിൽ 100, 150, 200 തവണ ചൊല്ലി കൊടുക്കുന്നുണ്ട്. വീണ്ടും പറ്റൂല. അത് ശരിയായിട്ടില്ല. വീണ്ടും പോകണം. മഹറജ് റെഡിയല്ലേ? അതിന് മദ് ശരിയല്ല. മദ് നേടിയപ്പോ കൂടി പോയിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. മഹറജ് എടുക്കുന്നത് സിഫാത്തുകൾ റെഡിയല്ല. എത്രയോ നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പഠിക്കണം, നിർബന്ധമാണ്. വളരെ ഗൗരവപൂർവ്വം എല്ലാവരും പഠിച്ചെടുക്കേണ്ടതാണ്. തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റുകളൊക്കെ തിരുത്തി കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ. റഹ്മാൻ റഹീമായ റബ്ബേ, നമ്മൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് സൂഖുൽ ഖാത്തിമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നരകമോചിതരിൽ സ്വർഗ്ഗപ്രവേശം ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാത്തിനും നീ വഴി കാണിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. സുബഹ് ജമാഅത്തിനെത്തിയവർക്ക് വലിയ റഹ്മത്തും ബറക്കത്തും സന്തോഷവും ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. മരണം വരെ സുബഹ് ജമാഅത്ത് കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖദർ ഖദാഇ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ ഞങ്ങൾ ദുആ സ്വീകരിച്ച് അത് തട്ടിക്കളയണേ റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.